ലൈംഗിക പീഡനം ഭ്രൂണഹത്യാ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 6 ദിവസമായിട്ടും പിടികൂടാനാവാതെ പോലീസ്. നാളെ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് അന്വേഷണ സംഘം. രാഹുൽ മുങ്ങാൻ ഉപയോഗിച്ച സിനിമാ താരത്തിൻ്റെതെന്ന് കരുതുന്ന ചുവന്ന കാർ സൂക്ഷിച്ചിരുന്നത് പാലക്കാട്ടെ കോൺഗ്രസ് നേതാവെന്നാണ് സൂചന. സലീം മാലിക്, ഐഷത്തുൽ ഷംന എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. സലീമിലേക്കാണ് ആദ്യം. സലീം, ഏതോ ഒരു ചുവന്ന കാറ് കോയമ്പത്തൂർ, ഇതിനപ്പുറം ഏതെങ്കിലും ലീഡ് 6ാം ദിനവും അന്വേഷണ സംഘത്തിനുണ്ടോ സലീം? ഹാഷ്മി, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തേടി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കാരണം നിലവിൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള ഒരേ ഒരു വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനം വിട്ടു എന്ന് മാത്രമാണ്. ആദ്യം കോയമ്പത്തൂർ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പൊള്ളാച്ചിയിൽ കൂടി രാഹുൽ എത്തി എന്നൊരു സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത്രമാത്രമാണ് നിലവിൽ ഈ രാഹുൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുള്ള മറുപടി. അതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം കോയമ്പത്തൂർ ഉൾപ്പെടെ വ്യാപക പരിശോധന നടത്തുകയാണ്. അതിനിടയിൽ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ ഫോൺ നമ്പർ ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പുതിയ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഈ നാട്ടിലെ ചില സുഹൃത്തുക്കളെ ഉൾപ്പെടെ ബന്ധപ്പെടുന്നുണ്ട് എന്നും അഭിഭാഷകനെ എത്തിക്കാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ബന്ധപ്പെടുന്നു എന്നും അന്വേഷണ സംഘം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആ നമ്പരും അത്തരത്തിലുള്ള സുഹൃത്തുക്കളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നാളെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ പരമാവധി വേഗത്തിൽ ഇന്ന് തന്നെ ഈ അറസ്റ്റ് എന്നുള്ള നടപടിയിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അപ്പോഴും നിലവിൽ ഈ അന്വേഷണ സംഘം നേരിടുന്ന പ്രതിസന്ധി രാഹുലിനെ എവിടെ എന്നുള്ളതിലൊരു വ്യക്തമായ സൂചന ഇല്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് ഈ ചുവന്ന കാറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു എന്നൊരു സൂചന ഈ അന്വേഷണ സംഘത്തിന് മുൻപിലുള്ളത്. അതൊരു യുവനടിയുടേതാണ് എന്നും പറയുന്നു. അത്രമാത്രമാണ് അന്വേഷണ സംഘം ആ വിഷയത്തിൽ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ യുവനടിയെയും ഒപ്പം തന്നെ രാഹുൽ ബന്ധപ്പെടാൻ സാധ്യതയുള്ള മുഴുവൻ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുകയും അവരുടെ ഫോൺ ഉൾപ്പെടെ ടാപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ ആദ്യം വിവാദമുണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ച മുഴുവൻ പേരെയും അവരുടെ ഫോണുകളും ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവരുടെ വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്താനാണ് നീക്കം. ഇന്ന് വ്യാപകമായ ആ നിലയിലൊരു പരിശോധന അത് പത്തനംതിട്ടയിലും ഒപ്പം തന്നെ പാലക്കാടും കോയമ്പത്തൂരും പൊള്ളാച്ചിയും തിരുവനന്തപുരത്തും ആ നിലയിൽ പരിശോധന നടത്താനാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. പാലക്കാട് വളരെ സജീവമായ നേതാവാണ്. കേസ് വന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്ന് മാറിയത്. നാടിൻ്റെ MLA ആണ്, എവിടെ പോയാലും തിരിച്ചറിയപ്പെടുന്ന ഒരു മുഖമാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അതുവരെ കാത്തിരിക്കാൻ പോകുന്ന പോലീസിൻ്റെ ഒരു കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം അത് അങ്ങനെ നിർബന്ധമില്ലതാനും. ആ കീഴ്വഴക്ക പ്രകാരം ഇപ്പോൾ അറസ്റ്റ് വേണ്ട തീരുമാനിക്കുന്നതാണോ, അതോ യഥാർത്ഥത്തിൽ ഈ അന്വേഷണ സംഘം കാടടക്കി അല്ലെങ്കിൽ നാട് മുഴുവൻ പരിശോധിച്ചിട്ടും രാഹുലിന്റെ ഒരു സൂചനയും കിട്ടുന്നില്ല എന്നതാണോ മനസ്സിലാക്കേണ്ടത് സലീം? ഹാഷ്മി, അന്വേഷണ സംഘത്തിന് ഒരുപക്ഷെ മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അതിനിടയിൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ എല്ലാവരാലും തിരിച്ചറിയപ്പെടുന്ന ഒരു മുഖമായിട്ട് പോലും എന്തുകൊണ്ട് രാഹുലിനെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അതിന് വലിയ സഹായങ്ങൾ, പരമാവധി കൂടുതൽ ആളുകളിൽ നിന്നുള്ള സഹായങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു എന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം ഉള്ളത്. രാഹുലിനെ നിലവിൽ ഈ കോടതിയിൽ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ പിടികൂടുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനായി വ്യാപകമായ തിരച്ചിലുണ്ട്. ഈ വ്യാപകമായ തിരച്ചിലുണ്ട് എന്ന് പറയുമ്പോഴും ഈ രാഹുലിന്റെ അടൂർ ഉൾപ്പെടെയുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് കാര്യമായ പോലീസ് ആക്ഷൻ നടന്നിട്ടുമില്ല എന്നതുകൂടി പറയണം. കാരണം ഈ ആദ്യ ദിവസം തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് അവിടുത്തെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് രാഹുൽ തിരുവനന്തപുരത്തേക്ക് എത്തി എന്നൊരു വാർത്ത വന്നത്. ആ വാർത്ത ഏത് സാഹചര്യത്തിൽ വന്നു എന്നുള്ളതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലൊരു യാത്ര തിരുവനന്തപുരത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് ആ നിലയിൽ ഒരു യാത്ര നടത്തി എന്നൊരു കഥ പ്രചരിച്ചു. ആ കഥ പ്രചരിച്ചതിന് പിന്നാലെ അത് പോലീസിനെ വഴിതെറ്റിക്കാനാണ് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ 2 വാഹനങ്ങൾ പാലക്കാടേക്ക് എത്തി. പിന്നാലെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തു. അങ്ങനെ പല നിലയിലും പല ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പലയിടങ്ങളിൽ നിന്ന് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒളിവിൽ കഴിയുമ്പോഴും തന്ത്രപരമായ നീക്കങ്ങൾ രാഹുൽ നടത്തുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. പക്ഷേ അതിനിടയിലാണ് ഈ അന്വേഷണ സംഘത്തിന് ആശ്വാസമായി കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട കോടതി നടപടി. കാരണം ജാമ്യാപേക്ഷ പരിഗണിക്കും മുമ്പ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും 6ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നതിനെപ്പറ്റി പ്രത്യേക സൂചന അന്വേഷണ സംഘത്തിനുണ്ടോ എന്ന കാര്യം അറിയില്ല. ആകെ നമ്മൾ ഈ ദിവസങ്ങൾ കേൾക്കുന്നത് കോയമ്പത്തൂരെന്നും ഏതോ നടിയുടേതെന്ന് സംശയിക്കുന്ന ചുവന്ന കാർ എന്നും മാത്രമാണ്. അതിലപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ലീഡ് രാഹുലുമായി ബന്ധപ്പെട്ട് പോലീസിനുണ്ടോ എന്ന് വ്യക്തമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.